കഴിഞ്ഞ ദിവസമായിരുന്നു കലാഭവൻ മണിയുടെ മകളുടെ ചില വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ എത്തിയത്. കലാഭവൻ മണിയുടെ മകൾ പഠിക്കുന്ന കോളേജിലെ വിദ്യാർത്ഥികളെല്ലാവരും കൂടി ചാലക്കുടിയിലെ മണിക്കൊടിയിടത്തിലെത്തിയപ്പോഴുള്ള ചിത്രങ്ങളും വീഡിയോകളുമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. ഇപ്പോൾ അക്കൂട്ടത്തിൽ തന്നെ പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിക്കുന്നത് ശ്രീലക്ഷ്മിയുടെ സ്നേഹം തന്നെയാണ്. അച്ഛനെന്ന നിലയിൽ എന്തുമാത്രമാണ് മണിയെ ഇപ്പോഴും ശ്രീലക്ഷ്മി സ്നേഹിക്കുന്നതും ഓർമ്മിക്കുന്നതെന്ന് ഇത് കണ്ടാൽ മനസ്സിലാകും. മണിയുടെ ഓരോ സാധനങ്ങളും സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ് ശ്രീലക്ഷ്മി. അത്രമേൽ അച്ഛനെ ഇഷ്ടമാണ് എന്നും ഇനി എന്നും തൻ്റെ ഉള്ളിൽ അച്ഛൻ തന്നെ ആയിരിക്കുമെന്ന് ശ്രീലക്ഷ്മി പറയാതെ പറയുകയാണ്. അച്ഛന് ഏറ്റവും പ്രിയപ്പെട്ട ബൈക്ക്, അച്ഛന് ഏറ്റവും പ്രിയപ്പെട്ട വസ്ത്രം, അച്ഛന് ഏറ്റവും പ്രിയപ്പെട്ട സമ്മാനങ്ങൾ, ഇതെല്ലാം തന്നെ വീഡിയോയിൽ ഓരോന്നോരോന്നായി എടുത്തു പറയുന്നുണ്ട് ശ്രീലക്ഷ്മി. അത്രമാത്രമാണ് അച്ഛൻ്റെ കാര്യങ്ങളിൽ ശ്രീലക്ഷ്മി ശ്രദ്ധ പുലർത്തിയിരുന്നത്. അച്ഛൻ എന്തൊക്കെയാണ് ഇഷ്ടമെന്നും അച്ഛൻ എന്തൊക്കെയാണ് ആഗ്രഹമെന്നുള്ളതൊക്കെ തന്നെ ശ്രീലക്ഷ്മി നോക്കി വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ ശ്രീലക്ഷ്മി ഒരു ഡോക്ടറാവാൻ തുടങ്ങിയതും. അച്ഛൻ്റെ ആഗ്രഹമൊക്കെ നിറവേറ്റാൻ വേണ്ടിയാണ് ശ്രീലക്ഷ്മി ഡോക്ടറായതെന്ന് ഇതിനു മുൻപും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള കാര്യം തന്നെയാണ്. അന്നേ പ്രേക്ഷകരെല്ലാവരും ശ്രീലക്ഷ്മിയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കലാഭവൻ മണിയുടെ മകൾ ഡോക്ടറാകണമെന്നും സൗജന്യ ചികിത്സ ചാലക്കുടിയിലുള്ള പാവങ്ങൾക്ക് നടത്തണമെന്നൊക്കെ എപ്പോഴും കലാഭവൻ മണി പറഞ്ഞ കാര്യമാണ്. ചാലക്കുടിയിലെ പാവങ്ങൾക്ക് വേണ്ടി അഹോരാർത്ഥം പ്രവർത്തിച്ച ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കലാഭവൻ മണി. അദ്ദേഹത്തിൻ്റെ മരണം ഇന്നും എല്ലാവർക്കും വിഷമം പകരുന്ന ഒരു വാർത്ത തന്നെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കുടുംബം ഇപ്പോഴും സന്തോഷത്തിലിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ആശ്വാസം തന്നെയാണ്. അദ്ദേഹം ഇല്ല എന്നതൊരു വലിയ കുറവ് തന്നെയാണ്. ആ കുടുംബത്തിന് നികത്താനാകാത്ത ഒരു വിടവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിലടക്കം ഈ വാർത്ത പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും. ഇപ്പോഴിതാ ശ്രീലക്ഷ്മി അച്ഛൻ്റെ ഓരോ സാധനങ്ങളും ചേർത്ത് വയ്ക്കുന്നത് കണ്ട് പ്രേക്ഷകരെല്ലാവരും അന്താളിച്ചു പോവുകയാണ്. ഇത്രമാത്രം ആ കുട്ടിക്ക് എല്ലാം ഓർമ്മ ഉണ്ടായിരുന്നല്ലോ. തൻ്റെ അച്ഛൻ തൻ്റെ പ്രിയപ്പെട്ടവനാണ് എന്ന് കൃത്യമായി അറിയാവുന്ന ഒരാൾ തന്നെയാണ് ശ്രീലക്ഷ്മി. അച്ഛൻ എന്തൊക്കെയായിരുന്നു ഇഷ്ടമെന്നും അച്ഛൻ എന്നും ഓർക്കാൻ കാത്തിരുന്നത് എന്തൊക്കെയാണെന്നുമൊക്കെ ശ്രീലക്ഷ്മിക്ക് നന്നായി അറിയാം. അത് മനസ്സിൽ ഓർത്ത് വെച്ച് തന്നെയാണ് ശ്രീലക്ഷ്മി ആ വീട്ടിൽ ഇതെല്ലാം സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരും അതിനെക്കുറിച്ച് അങ്ങനൊരു അഭിപ്രായമാണ് പറയുന്നത്. ആരാധകർക്ക് വളരെയധികം ഇഷ്ടമുള്ള താരമാണ് ശ്രീലക്ഷ്മി എന്നും ശ്രീലക്ഷ്മിയുടെ കുടുംബമെന്നും അറിയാം. അതുകൊണ്ട് തന്നെ ശ്രീലക്ഷ്മി കുടുംബത്തിലേക്ക് തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കൊണ്ടുവന്നപ്പോൾ എല്ലാം ഓടി നടന്ന് പറയുന്നുണ്ട്. ഇതാണ് അച്ഛന് കിട്ടിയ സമ്മാനം, ഇതാണ് അച്ഛൻ്റെ വസ്ത്രം, ഇതാണ് അച്ഛൻ്റെ ട്രോഫികൾ, ഇതാണ് അച്ഛനേറെ ഇഷ്ടമുള്ള കാര്യങ്ങൾ. ഇങ്ങനെ ഓരോന്നോരോന്നായി തുറന്നു പറയുകയാണ് ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മിയുടെ ഇഷ്ടം കാണുമ്പോൾ തന്നെ ഒരു പക്ഷേ അച്ഛനുണ്ടായിരുന്നുവെങ്കിലെന്ന് ഞങ്ങളും ആഗ്രഹിച്ചു പോകുന്നു. ശ്രീലക്ഷ്മിയുടെ സുഹൃത്തുക്കൾ പോലും ആ വീട്ടിൽ കാലെടുത്ത് വെച്ചപ്പോൾ കലാഭവൻ മണിയുടെ ചിത്രങ്ങളും ട്രോഫിയും ഒക്കെ കാണുമ്പോൾ സങ്കടം തോന്നുന്നല്ലേ എന്ന് ഉറക്കെ പറയുന്നുണ്ട്. അത്രമാത്രം വിഷമം തോന്നുന്നുണ്ട് എന്നും മനസ്സിലാകുന്നുണ്ട്. പ്രേക്ഷകരും അതേ മറുപടി തന്നെയാണ് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഈ വീഡിയോ കാണുമ്പോൾ കലാഭവൻ മണിയുടെ മകൾ എന്തുമാത്രമാണ് അദ്ദേഹത്തെ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ആളുകൾ നമ്മളെ മറക്കുമെന്ന് പറയുന്നത് വെറുതെയാണ് എന്ന് പ്രേക്ഷകർ ഈ വീഡിയോ കണ്ട് പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.